Hi everybody, welcome to our Hindi class. In the last class, we have studied about chapter number 6, Motor Bailgadi Samvad. Hope you understood well. Yes, today we are going to start a new chapter number 7, Hum Hare Na Ve Hare. All of you open your book, page number 40. Okay. ഹം ഹാരെ ന വേ ഹാരെ. നമ്മളും പരാജയപ്പെട്ടില്ല, അവരും പരാജയപ്പെട്ടില്ല. ഹാർന അതായത് ടൈ ആയി. ഏതൊരു മാച്ചാണ്, ആ മാച്ചിൽ ടൈ ആയ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ക്രിക്കറ്റിലൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. അപ്പം നമ്മളിവിടെ സുനിൽ ഗവാസ്കറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുനിൽ ഗവാസ്കറിൻ്റെ കുറിച്ചുള്ള ഒരു കഥയാണ് സുനിൽ ഗവാസ്കറിൻ്റെ ഒരു ഫസ്റ്റ് പ്ലേ. प्लीज़ सुन वेल. इस मैच के आरंभ होते ही गवास्कर नया इतिहास रचने वाले थे. वे ऐसे पहले भारतीय क्रिकेट खिलाड़ी बनने जा रहे थे जिसने 100 टेस्ट मैच खेले हो, और यह मैच समाप्त होते एक और इतिहास रच गया. അതായത് ഇസ് മാച്ച് കെ ആരംഭ ഹോത്തെ ഹി, ഈ മാച്ച് തുടങ്ങിയപ്പോഴേ ഗവാസ്കർ ഒരു ന്യൂ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു. നയ ഇതിഹാസ്. വൈസെ പെഹലെ ഭാരതീയ ക്രിക്കറ്റ് ഖിലാഡി ബന്നെ ജാ രഹേ ഥേ. ആദ്യമായിട്ട് ഭാരതത്തിൻ്റെ ക്രിക്കറ്റ് കളിക്കാരനാകുമായിരുന്നു. ജിസ്നെ 100 ടെസ്റ്റ് മാച്ച് ഖേലെ ഹോത്തോ, 100 ടെസ്റ്റ് മാച്ച് സെഞ്ചുറി കളിയിൽ യഹ് മാച്ച് സമാപ്ത് ഹോത്തെ ഈ മാച്ച് അവസാനിക്കുന്നതോടൊപ്പം തന്നെ एक और ഇതിഹാസ് രചിക, ഒരു അനദർ ഹിസ്റ്ററി കൂടെ ഉണ്ടായി, ഒരു പുതിയൊരു സംഭവം കൂടെ ഉണ്ടായി. ആ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തോ സംഭവം നടന്നു ചെറുതായിട്ട്. ഏ പാട്ട് സിഖാത്ത ഹേ, ദിസ് ലെസൺ ടീച്ചേഴ്സ് കേൾക്ക ആനന്ദ് ലേന, എൻജോയ് ദ ഗെയിം. ഏത് ഗെയിമും നമ്മൾ എൻജോയ് ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികളെല്ലാ ഗെയിമും എൻജോയ് ചെയ്യുന്നവരാണ്. അത് കളിക്കുകയാണെങ്കിലും കാണുകയാണെങ്കിലും, പ്രത്യേകിച്ച് കളിക്കുമ്പോൾ. പരിണാം കി അനിശ്ചിതത, പരിണാം മാറ്റത്തിൻ്റെ ഒരു അനിശ്ചിതത, പരിണാം മാറ്റം. അപ്പോൾ ऐतिहासिक क्षणों का महत्व, इम्पोर्टेंस ऑफ हिस्टोरिकल मूवमेंट. ऐतिहासिक क्षणों का महत्व. अंतिम क्षण तक चुनौती का सामना करना, അതായത് അവസാന നിമിഷം വരെ പോരാടുക. ഫേസ് ദ ചാലഞ്ച് അപ് ടു ദ ലാസ്റ്റ് മൊമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യമാണ് സുനിൽ ഗവാസ്കറിൻ്റെ കളിയിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ളൊരു ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. തിഥി മീൻസ് ഡേറ്റ്. 18 से 22 सितंबर 1986. स्थान M.A. चिदम्बरम स्टेडियम, चौपाक, मद्रास, अब चेन्नई. भारत और ऑस्ट्रेलिया की टीमों के बीच मुकाबला चल रहा था. इस मैच में सुनील गवास्कर लगातार 100 टेस्ट मैच खेलने की उपलब्धि हासिल करने वाले भारतीय क्रिकेट खिलाड़ी बनने जा रहे थे. എന്താ പറയുന്നത്? 18 से 22 सितंबर, दिसंबर 18, 22, 18, 22 ഇടയിൽ 1986, 1986 में. സ്ഥലം എവിടെയെന്ന് വെച്ചാൽ M.A. ചിദംബരം സ്റ്റേഡിയത്തിലായിരുന്നു കളി. അപ്പോൾ അതെവിടെയാ? ചേപ്പാക്, അതായത് മദ്രാസ്, ഇന്നറിയപ്പെടുന്നത് ചെന്നൈ. ഭാരത് और ऑस्ट्रेलिया की टीमों के बीच मुकाबला चल रहा था. ആര് തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ? ഭാരത്, ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇസ് മാച്ച് മേ സുനിൽ ഗവാസ്കർ, ഈ മാച്ചിൽ സുനിൽ ഗവാസ്കർ ലഗാതാർ, കണ്ടിന്യൂസ്ലി 100 ടെസ്റ്റ് മാച്ച് खेलने की उपलब्धि. 100 ടെസ്റ്റ് മാച്ച്, 100 പറഞ്ഞ സെഞ്ചുറി, ടെസ്റ്റ് മാച്ച് കളിക്കാനുള്ള അച്ചീവ്മെൻറ്റ്. ഹാസിൽ കർണേ വാലെ,
നേടിയെടുത്ത പെഹലെ ഭാരതീയ ക്രിക്കറ്റ് ഖിലാഡി ബന്നെ ജാ രഹെ തെ. ആദ്യത്തെ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. പെഹലെ ദിൻ ഓസ്ട്രേലിയ ने बल्लेबाजी की शुरू की. അപ്പോൾ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള കളിയാണ്. പെഹലെ ദിൻ ഓസ്ട്രേലിയ ने बल्लेबाजी की शुरुआत की. खेल के पहले 50 मिनट के अंदर भारतीय क्रिकेट कीपर किरण मोरे फूड पॉइजन के शिकार हो गए. उनकी जगह चंद्रकांत पंडित को विकेट के पीछे जिम्मेदारी संभाली पड़ी. അപ്പോൾ ഒന്നാമത്തെ ദിവസം കളിയുടെ പെഹലെ ദിൻ ആദ്യത്തെ ദിവസം ഓസ്ട്രേലിയക്കാണ് ബല്ലേബാജി മീൻസ് ബാറ്റിംഗ് കിട്ടിയത്. ഞാനിനി ബല്ലേബാജി എന്നേ പറയുള്ളൂ, ബാറ്റിംഗ് എന്ന് പറയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ബാറ്റിങ്ങിന് പറയുന്നത് ബല്ലേബാജി. ശുരുവാത്തിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ബാറ്റിങ് തുടക്കത്തിൽ ഓസ്ട്രേലിയക്കായിരുന്നു. खेल के पहले 50 मिनट के अंदर भारतीय क्रिकेट कीपर किरण मोरे फूड पॉइजन के शिकार हो गए. അപ്പോൾ खेल के पहले बिफोर द गेम 50 മിനിറ്റ് के अंदर 50 മിനിറ്റ് ആയപ്പോഴേക്കും ഭാരതീയ ക്രിക്കറ്റ് കീപ്പർ ഇന്ത്യൻ ക്രിക്കറ്റ് കീപ്പറായ കിരൺ മോരെ ഫുഡ് പോയ്സൺ കെ ശിക്കാർ എന്തോ ഒരു ഫുഡ് പോയ്സൺ വന്നിട്ട് സുഖമില്ലാണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ജഗഹ് ചന്ദ്രകാന്ത് പണ്ഡിത്തിനെയാണ് വിക്കറ്റ് കെ പീച്ചെ ജിമ്മേദാരി സംഭാലി പടി. ആ വിക്കറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചത്. മനസ്സിലായോ? ഫസ്റ്റ് ഡേയിൽ ബാറ്റിങ് ഓസ്ട്രേലിയക്കായിരുന്നു. അപ്പോൾ ഗെയിം തുടങ്ങി ബിഫോർ ദ ഗെയിം 50 മിനിറ്റ് അന്തർ 50 മിനിറ്റിൻ്റെ ഉള്ളിൽ, അതായത് 1 മണിക്കൂർ ആയപ്പോഴേക്കും ഇന്ത്യൻ ക്രിക്കറ്റ് കീപ്പർ കിരൺ മോരെ ഫുഡ് പോയ്സൺ ആയിട്ട് ഹോസ്പിറ്റലായി. ഉനക്കി ജഗഹ് ആ സ്ഥാനത്തേക്ക് ചന്ദ്രകാന്ത് പണ്ഡിത് കോ വിക്കറ്റ് കെ പീച്ചെ ആ ഒരു വിക്കറ്റിന് വേണ്ടി ആ വിക്കറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു. ऑस्ट्रेलिया ने पहली पारी में 7 विकेट के नुकसान पर ऑस्ट्रेलिया ने पहली पारी में 7 विकेट के नुकसान पर 546 रनों का पहाड़ सा स्कोर खड़ा किया. इनमें से 210 रन अकेले टीन जोन्स ने बनाए थे. जोन्स 503 मिनट तक विकेट पर टिके. 330 गेंदों का सामना किया. 27 चौके और 2 छक्के लगाए. यह टेस्ट मैचों में किसी ऑस्ट्रेलियाई द्वारा भारत में सबसे ज़्यादा रनों की पारी रही. वह बल्लेबाजी करते हुए इतने थक गए थे कि उन्हें अस्पताल ले जाना पड़ा. അപ്പോൾ ഓസ്ട്രേലിയനെ പഹലി പാരി മേ ഓസ്ട്രേലിയ ഒന്നാം ഇന്നിങ്സിൽ, അപ്പോൾ പാരി മീൻസ് ഇന്നിങ്സ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയ ഒന്നാം ഇന്നിങ്സിൽ 7 വിക്കറ്റ് നുക്സാൻ പർ 7 വിക്കറ്റിൽ നുക്സാൻ ആണ് ഡിസഡ്വാൻറ്റേജ്, ആ പോരായ്മയിൽ 547 റണ്ണോं का പഹാഡ് സാ സ്കോർ, ഒരു വലിയൊരു സ്കോർ തന്നെ നേടി. ഒന്നാം ഇന്നിങ്സിൽ എത്ര 4 വിക്കറ്റിൽ 547 റണ്ണ് നേടി. അതൊരു വലിയ വിജയം തന്നെയായിരുന്നു. ഇൻമേൻസെ ഇതിൽ 210 റൺ 210 റൺ 210 റൺ അകേലെ ടീം ജോൺസിനെ ബനായ. ടീം ജോൺസ് ഒറ്റയ്ക്കാണ് എടുത്തത്. അപ്പോൾ 547-ൽ 210 ടീം ജോൺസ് എന്ന പ്ലെയറാണ് നേടിയത്. ടീം ജോൺസ് അല്ലേ, ജോൺസ് 503 മിനിറ്റ് തക്ക്, അതായത് 503 മിനിറ്റ് തക്ക് വിക്കറ്റ് പർ ടിക്കെ, ആ ഒരു വിക്കറ്റിൽ തന്നെ നിലനിന്നു. ആ ഒരു വിക്കറ്റ് നിലനിർത്തി 503 മിനിറ്റ് ടീം ജോൺസ് കളിച്ചു. ആ 503-ൽ 210 റണ്ണും എടുത്തു. അപ്പം നല്ലൊരു പ്ലെയർ തന്നെയാണ്.
അങ്ങനെ അങ്ങനെ എന്തായി, ഓസ്ട്രേലിയ ആ പഹലി പാരി में 330 गेंदों का सामना किया. അങ്ങനെ 330 ഗേന്ദ് പന്തിനോട് നേരിട്ടു. അതായത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, 330 ബോളുകൾ നേരിട്ടു. എത്ര റൺ എടുത്തു? 27 ചൗക്കെ. ചൗക്കെ മീൻസ് 4 ആണ്. അവർ 2 ചക്കെ, 2 സിക്സും എടുത്തു. ചക്കെ എന്ന് പറഞ്ഞാൽ 6, ചൗക്കെ 4, ചഹ് 6 അല്ലേ, छक्के 6, 4 4, चौके 4. यह टेस्ट मैचों में किसी ऑस्ट्रेलियाई द्वारा भारत में सबसे ज़्यादा रनों की पारी रही. ഈ ടെസ്റ്റ് മാച്ചിൽ കിസി ഓസ്ട്രേലിയ ദ്വാര ഭാരതത്തിൽ സബ്സെ ജ്യാദ റണ്ണോക്കി, കൂടുതൽ റണ്ണുകളുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വഹ് ബല്ലേബാജി കർത്തെ ഹുയെ ഇത്തിനെ ധക് ഗയെ. അവരെന്ത് ചെയ്തു? ബാറ്റ് ചെയ്തങ്ങ് ക്ഷീണിച്ചു. कि उन्हें अस्पताल ले जाना पड़ा. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. അത്രയും അവർ ക്ഷീണിച്ചിരുന്നു. ഓസ്ട്രേലിയ ने पहली पारी में 7 विकेट के नुकसान पर, അപ്പോൾ ഓസ്ട്രേലിയ ആദ്യത്തെ ഇന്നിങ്സിൽ 7 വിക്കറ്റിൽ 547 റൺ എടുത്തതിൽ 210 ടീം ജോൺസാണ് എടുത്തത്. അത് 503 മിനിറ്റിൽ ആ വിക്കറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ കളിച്ചു. 330 ബോൾ, അത് ബോളിംഗ് 330 ഗേന്ദോങ്ക സാമൻ. ഗേന്ദാണ് ബോളാണ്, ബോളിനോട് ഏറ്റുമുട്ടി. അതിൽ 27 4ഉം പിന്നെ 2 സിക്സുമാണ് കിട്ടിയത്. एक टेस्ट मैचों में किसी ऑस्ट्रेलियाई द्वारा भारत में सबसे ज़्यादा रनों की पारी रही. वह बल्लेबाजी करते हुए इतने थक गए थे कि उन्हें अस्पताल ले जाना पड़ा. यस, नेक्स्ट पैराग्राफ. भारतीय क्रिकेट प्रेमियों के तब के हीरो गवास्कर दर्शकों की उम्मीदों पर घिरे नहीं उतरे. उन्होंने 8 ही रन बनाए. ऑफ स्पिनर ग्रेग मैथ्यूज ने अपनी ही गेंदों पर कैच लपक कर उन्हें वापस पवेलियन भेज दिया. ഭാരതീയ ക്രിക്കറ്റ് പ്രേമിയും അന്നത്തെ ഭാരതീയ ക്രിക്കറ്റ് പ്രേമികളുടെ അന്നത്തെ ഹീറോ ആയ ഗവാസ്കർ ദർശകോങ്കി ഉമ്മീദോം പർ, അതായത് പിന്നെ കാണികളുടെ എക്സ്പെക്റ്റേഷന് അനുസരിച്ച്, പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷക്കനുസരിച്ച് കളിക്കാൻ സാധിച്ചില്ല. ഉन्होंने 8 ही रन बनाए. അദ്ദേഹം കേവലം 8 റണ്ണാണ് എടുത്തത്. ഓഫ് സ്പിന്നറായ ഗ്രേഗ് മാത്യൂസ് അപ്നി ഹി ഗേന്ദോം പർ, തൻ്റെ പന്ത് കൊണ്ട് ക്യാച്ച് ലബക്കർ ഉനെ വാപ്പസ് പവലിയൻ, അവരെ പുറത്താക്കി, ഗവാസ്കറിനെ. അപ്പോൾ അന്നത്തെ ക്രിക്കറ്റ് പ്രേമികളുടെ അന്നത്തെ ഹീറോ ആയിരുന്ന ഗവാസ്കറിന് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കളിക്കാൻ പറ്റിയില്ല. 8 റൺ എടുത്തപ്പോഴേക്കും അദ്ദേഹം ഔട്ടായി. ഭാരത് അപ്പനി പഹലി പാരി മേ കിസി തരഹ്, അങ്ങനെ ഇന്ത്യ അവരുടെ ആദ്യത്തെ ഇന്നിങ്സിൽ എത്രയാ 57 റണ്ണോं का स्कोर तक पहुंचने में सफल रहा. അങ്ങനെ ഭാരത് അപ്പനി പഹലി പാരി മേ, ഇന്ത്യ അവരുടെ ആദ്യത്തെ ഇന്നിങ്സിൽ 397 റണ്ണോं के സ്കോർ തക്ക് പഹുഞ്ചിനെ में സഫൽ രഹ. ആദ്യത്തെ ഇന്നിങ്സിൽ 397 റൺ എടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഓസ്ട്രേലിയനെ ദൂസരി പാരി में, അപ്പോൾ ഓസ്ട്രേലിയയുടെ രണ്ടാമത്തെ ഇന്നിങ്സിൽ അവരെടുത്തത് 170 ആണ്. 170 റൺ बनाने के बाद पारी समाप्ति की घोषणा कर दी. ആ ഇന്നിങ്സ് അവസാനിച്ചു. उसने मैच के अंतिम दिन भारतीय टीम के सामने जीत के लिए 348 റണ്ണോं का ലക്ഷ്യ रखा. അങ്ങനെ उसने मैच के अंतिम दिन, മാച്ചിൻ്റെ അവസാന ദിവസം ഭാരതീയ ടീം കെ സാമനെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുന്നിൽ ജയിക്കാനായി എത്രയാ 348 റണ്ണോക്കി ലക്ഷ്യ രഖ, 348 റണ്ണ് ആവശ്യമായി വന്നു. അപ്പോൾ ഭാരത് അപ്പനി പെഹലി പാരിമേ, ഭാരതം തൻ്റെ ആദ്യത്തെ ഇന്നിങ്സിൽ കിസി തരഹ്, ഏതോ ഒരു രീതിയിൽ, ഒരു വിധത്തിൽ എത്ര റണ്ണെടുത്തു?
397 रनों का स्कोर तक അതുവരെ എത്തിച്ചു. എന്നാൽ ഓസ്ട്രേലിയനെ ദൂസരി പാരി में ഓസ്ട്രേലിയ അപ്പോൾ അതിന് ഓസ്ട്രേലിയക്ക് രണ്ടാമത്തെ ഇന്നിങ്സ് വന്നു. അപ്പോൾ ഭാരതത്തിൻ്റെ ഒന്നാം ഇന്നിങ്സിൽ അവർ 397 റൺ എടുത്തു. ഓസ്ട്രേലിയ അവരുടെ രണ്ടാം ഇന്നിങ്സിൽ 170 റണ്ണും എടുത്തു. അങ്ങനെ പാരി സമാപ്തി. പാരി മീൻസ് ഇന്നിങ്സ്. ആ ഇന്നിങ്സ് അവിടെ അവസാനിച്ചു. ഉസ്നെ മാച്ച് കെ അന്തിം ദിൻ, അങ്ങനെ മാച്ചിൻ്റെ അവസാന ദിവസം ഭാരതീയ ടീം കെ സാമനെ, ഇന്ത്യൻ ടീമിനെ ജയിക്കാനായിട്ട് എത്ര 348 റണ്ണോं का ലക്ഷ്യ രേഖ, 348 റണ്ണ് ആവശ്യമായിട്ട് വന്നു. टीम इंडिया नए जोश के साथ इस चुनौती का सामना करने मैदान में उतरी. അപ്പോൾ അങ്ങനെ ടീം ഇന്ത്യ നയ ജോഷ് കെ സാത്ത് ഇസ് ചുനൗത്തി കാ സാമന കർണെ മൈതാൻ മേ ഉതിരി. അപ്പോൾ അവസാനത്തെ ദിവസം അല്ലേ 348 റൺ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം വളരെയധികം ഉത്സാഹത്തോടു കൂടി ഈ ചാലഞ്ചിനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. ഗവാസ്കറിനെ 90 റൺ ബനായെ. ഗവാസ്കർ എത്ര റൺ എടുത്തു? രണ്ടാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം ഔട്ടായി പോയല്ലോ, ലാസ്റ്റ് ഡേയിലാണ്. ഗവാസ്കറിനെ 90 റൺ बनाए. मोहिंदर अमरनाथ ने 51 രവി ശാസ്ത്രി ने 48 മുഹമ്മദ് അസറുദ്ദീൻ നല്ല കളിക്കാരനായിരുന്നു, നല്ല പ്ലെയർ ആയിരുന്നു, 42 ശ്രീകാന്ത് और ചന്ദ്രകാന്ത് പണ്ഡിറ്റിനെ 39, രണ്ടുപേരും 39 റൺ വീതെടുത്തു. അങ്ങനെ താബർദോഡ് പാരിയാം ഖേലി, അങ്ങനെ ആ ഇന്നിങ്സ് അവർ കളിച്ചു കഴിഞ്ഞു. അപ്പോൾ അവസാന ദിവസം 348 റണ്ണിന് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയേ ഇനി എത്ര റണ്ണ് ആവശ്യം ഉണ്ടാവുന്നത്. ഇനി ജയിക്കാൻ വേണ്ടി അവർക്ക് 348 റണ്ണ് വേണം. അങ്ങനെ ലാസ്റ്റ് ഡേയിൽ ജയിക്കാനായിട്ട് അവർ നല്ല ഉത്സാഹത്തോടെ വന്നു. അങ്ങനെ ആ ചലഞ്ച് അവർ ഏറ്റെടുത്തിട്ട് ഗവാസ്കർ 90, അമർനാഥ് 51, രവി ശാസ്ത്രി 48, അസറുദ്ദീൻ 42, ചന്ദ്രകാന്ത് പണ്ഡിറ്റ് 39 और ശ്രീകാന്ത് 39. ഇങ്ങനെ പെട്ടെന്ന് തന്നെ താബർദോണാണ് കിക്കിലി പാരിയാം ഖേലി അവർ ആ ഇന്നിങ്സ് കളിച്ചു തീർത്തു. അങ്ങനെ ഇന്ത്യ भारत जीत के लिए करीब पहुंच गया था. एक समय उसे जीत के लिए केवल 40 रनों की ज़रूरत थी जबकि 5 विकेट शेष थे. അങ്ങനെ ഇന്ത്യ വാസ് ക്ലോസ് ടു വിക്ടറി, അങ്ങനെ വിജയത്തിലേക്ക് എത്താനായി. ഏക് സമയം ഉസെ ജീത് കെ ലിയെ അവർക്ക് വിജയിക്കാനായിട്ട് 40 റണ്ണോ കി ജറൂറത്ത്, 40 റണ്ണിൻ്റെ ആവശ്യമാണ് ഉണ്ടായിരുന്നത്, നീഡഡ് ജറൂറത്ത്. ജബിക്ക് 5 വിക്കറ്റ് ശേഷത്തെ വൈൽ 5 വിക്കറ്റ്സ് ലെഫ്റ്റ്, ബാക്കി എത്ര 5 വിക്കറ്റിൽ ഇനി അവർക്ക് നേടേണ്ടത് 40 റൺ. वंस मोर भारत अपनी पहली पारी में किसी तरह 397 रनों का स्कोर तक पहुंचने में सफल रहा. ऑस्ट्रेलिया ने दूसरी पारी में 170 रन बनाने के बाद पारी समाप्ति की घोषणा कर दी. उसने मैच के अंतिम दिन भारतीय टीम के सामने जीत के लिए 348 रनों का लक्ष्य रखा. टीम इंडिया नए जोश के साथ इस चुनौती का सामना करने मैदान में उतरी. गवास्कर ने 90 रन बनाए, मोहिंदर अमरनाथ ने 51, रवि शास्त्री ने 48, मोहम्मद अजहरुद्दीन ने 42, श्रीकांत और चंद्रकांत पंडित ने 39 रन की ताबड़तोड़ पारियां खेली. भारत जीत के करीब पहुंच गया, ഏകദേശം അടുത്തെത്തി അല്ലേ. ഏക് സമയം ഉസെ ജീത് കെ ലിയെ കേവൽ, ഇപ്പോൾ അവർക്ക് ജയിക്കാൻ വേണ്ടി, അതായത് 348 റണ്ണിന് അവർ മേലെ എത്ര നേടി, അതിലിനി ലഭിക്കാനുള്ളത് 40 റണ്ണാണ്. ഈ 40 റണ്ണും കൂടെ അവർക്ക് ആവശ്യമുണ്ട്. ജബിക്ക് 5 വിക്കറ്റ്, എത്ര വിക്കറ്റ് ബാക്കിയുണ്ട്, 5 വിക്കറ്റിൽ അവർക്ക് 40 റണ്ണെടുത്ത് അവർക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ഇസ്കെ ബാദ് അങ്ങനെ
344 के स्कोर तक पहुंचते पहुंचते भारत के 4 ओवर बल्लेबाज धराशायी हो गए। अब जीत के लिए केवल 4 रन बनाने थे। ऑस्ट्रेलियाई कैप्टन ने गेंदबाजी के लिए गेंद ग्रेग मैथ्यूज को थमाई। रवि शास्त्री ने पहली गेंद पर 2 और दूसरी गेंद पर 1 रन बनाया। दोनों टीमों का स्कोर बराबर हो गया। शास्त्री नॉन स्ट्राइकर छोर पर पहुंच गए। अब भारत की जीत के लिए 1 रन की दरकार थी और मैथ्यूज के सामने थे बल्लेबाज मनिंदर सिंह। इसके बाद 344 के स्कोर तक पहुंचते पहुंचते भारत के 4 ओवर बल्लेबाज ധാരാശായി हो गए। ഇന്ത്യയുടെ 4 ബാറ്റ്സ്മാൻമാർ ഫെൽ ഡൗൺ വീണു, അതായത് ക്ഷീണിച്ചു. अब जीत के लिए केवल 4 रन बनाने थे. 344 48 അവർക്ക് ആവശ്യം. അതിൽ 40 റണ്ണക്ക് ഇനി വേണ്ടത് ഓൺലി 4. പഹുഞ്ചത്തെ 4 ഓവർ ബല്ലേബാജ് അപ്പോഴേക്കും എന്തായി? പഹുഞ്ചത്തെ അതിൽ 4 ആൾക്കാരും വളരെയധികം ക്ഷീണിച്ചു. അപ്പോൾ ജീത് കെ ലിയെ കേവൽ 4 റൺ ബനാനെ थे. ഇനി അവർക്ക് ജയിക്കാൻ വേണ്ടി കേവലം 4 റണ്ണേ ആവശ്യമായിട്ടുള്ളൂ. ഓസ്ട്രേലിയായി ക്യാപ്റ്റനെ ഗേന്ദ്ബാജി കെ ലിയെ ഓസ്ട്രേലിയക്കാർ ബോളിങ്ങിന് വേണ്ടിയിട്ട് പന്ത് ഗ്രേഗ് മാത്യൂസ് ദമായി ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? ഗ്രേഗ് മാത്യൂസിന് കൊടുത്തു. രവി ശാസ്ത്രീനെ പെഹലി ഗേന്ദ് പർ, അങ്ങനെ രവി ശാസ്ത്രി ആദ്യത്തെ ബോളിൽ 2 ഓവർ ദൂസരി ഗേന്ദ് പർ 1 റൺ. അപ്പോൾ 4 എണ്ണേ ഇനി വേണ്ടുള്ളായിരുന്നു അല്ലേ? അവസാനം വിജയിക്കാൻ ഇന്ത്യക്ക് വേണ്ടത് ഓൺലി 4 റൺസ് ആയിരുന്നു. അതിൽ രവി ശാസ്ത്രി ആദ്യത്തെ ബോളിൽ 2 എണ്ണവും രണ്ടാമത്തേതിൽ 1 എണ്ണം എടുത്തു. ഇനി കേവലം അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് 1 റൺ ബനായ, അവർക്കിനി വേണ്ടത് 1 റണ്ണാണ്. ദോനോ ടീമോं का സ്കോർ ബരാബർ ഹോ ഗയ. ഇങ്ങനെ ആയപ്പോൾ ഓസ്ട്രേലിയയുടെയും ഇന്ത്യയുടെയും സ്കോർ എന്തായി? ഈക്വലായി. അവർക്കും അതേ റണ്ണാണ്, ഇവർക്കും എന്താണ്? ഒരേ റണ്ണാണ്. അപ്പോൾ സ്കോർ ഈക്വലായി. ശാസ്ത്രി നോൺ സ്ട്രൈക്കർ ചോർ पर पहुंच गए. शास्त्री नॉन स्ट्राइकर रीच्ड द एड्ज. അപ്പോൾ ഭാരത് की जीत के लिए 1 रन की दरकार थी. ഭാരതത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് 1 റണ്ണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അവർ മാത്യൂസ് കെ സാമനെ ബല്ലേബാജ് മനിന്ദർ സിംഗ്. ആരുടെ കയ്യിലായിരുന്നു ബാറ്റ്? മാത്യൂസിൻ്റെ കയ്യിൽ. അപ്പോൾ ബാറ്റ്സ്മാൻ മനിന്ദർ സിംഗ് വാസ് ഇൻ ഫ്രണ്ട് ഓഫ് മാത്യു. യെസ് ലിസൺ പേജ് നമ്പർ 42. शास्त्री मनिंदर के पास आए और उन्हें फील्ड में मौजूद खाली जगहों के बारे में बताया. उन्होंने मनिंदर सिंह से यह भी कहा कि संभव हो तो 1 रन बनाओ, नहीं तो जोर से गेंद पर प्रहार करो. അപ്പോൾ ഇനി 1 റണ്ണാണ് കളിക്കാൻ. ഇപ്പോൾ ഈക്വലാണ്, ബരാബറാണ്. കളി ഇപ്പോൾ പ്ലേ ഇപ്പോൾ ടൈ ആയിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രി മനിന്ദർ കെ പാസ്സായ ശാസ്ത്രി മനിന്ദറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അവർ ഉന്നെ ഫീൽഡ് മേ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനിന്ദർ സിംഹിൻ്റെ അടുത്താണല്ലോ ബാറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കളിയുടെ ഫീൽഡിൽ ഖാലിസ് ജഗഹ് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതുകൂടെ പറഞ്ഞു, എക്സ്പ്ലെയിൻ ദ എംറ്റി സ്പേസ് ഓഫ് ദ ഫീൽഡ്. എംറ്റി ആയിട്ട് ഫീൽഡ് ഒഴിഞ്ഞു കിടക്കുന്ന ഖാലിയായി കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. മാത്രമല്ല ഇതുകൂടെ പറഞ്ഞു, ഞാൻ മനിന്ദർ സിംഹ് സേ യഹ് ബി കഹ. മനിന്ദർ സിംഹ് ബാറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു, സംഭവ് ഹോത്ത ഇഫ് പോസിബിൾ, സംഭവ് ഹോത്ത നിനക്ക് പറ്റുമെങ്കിൽ 1 റൺ ബനാവോ, 1 റൺ എടുക്കുക. എങ്ങനെയെങ്കിലും 1 റൺ എടുത്താൽ തീർച്ചയായിട്ടും ജയിക്കാൻ സാധിക്കും. നെഹിം തോ, ഇനി ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കണ്ണടച്ച് എന്ത് ചെയ്യുക? ജോർ സെ ഗേന്ദ് പർ പ്രഹാർ കര, ശക്തമായിട്ട് ആ ബോൾ അങ്ങോട്ട് അടിച്ചോളൂ, എന്ത് വന്നാലും വേണ്ടില്ല എന്നുള്ളടത്തോളം. അപ്പോൾ ശാസ്ത്രി മനിന്ദർ കെ പാസ്സായ ശാസ്ത്രി മനിന്ദറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ രഹസ്യം പറഞ്ഞു കൊടുക്കുക. എന്താ? ഫീൽഡ് മേ മൗജൂദ് കാലി ജഗഹോം കെ ബാരെ മേ ബത്തായ. അതോടൊപ്പം തന്നെ മനിന്ദർ സിംഹ് യഹ് ബി കഹ, ഇതോടെ പറഞ്ഞു, സംഭവ് ഹോ തോ 1 റൺ ബനാവോ, നിനക്ക് പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും 1 റൺ എടുക്കുക, അല്ലെങ്കിൽ ശക്തിയായിട്ട് എന്ത് ചെയ്യുക? ബോൾ അങ്ങോട്ട് അടിച്ചോളൂ. तीसरी गेंद पर मनिंदर आउट होते होते बचे. अब 3 गेंदें बची थी. यानी तीसरी गेंद पर मनिंदर आउट होते होते बची. എങ്ങനെയോ ഔട്ടാവാതെ രക്ഷപ്പെട്ടു. നൗ 3 balls left. अब 3 गेंदें बची थी. ഇനി
3 balls left. एक അമ്പയർ ने മാത്യൂസ് के बल्लेबाजी छोर को पिच को कुरेदने से रोका. ഒരു പിന്നെ അമ്പയർ വന്നിട്ട് മാത്യൂസിനോട് ആ ബാറ്റിംഗ് എൻഡിലെ അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്യുന്നത് നിർത്താൻ വേണ്ടി പറഞ്ഞു. വഹു ഉസ്സെ പരേഷാൻ ഹോ ഗയ. അതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു, അപ്സെറ്റ് ആയിരുന്നു. ക്യാപ്റ്റൻ ബോർഡർ ഉന്നെ പ്രോത്സാഹിത കർണേ ആയെ. ക്യാപ്റ്റൻ ബോർഡറും അദ്ദേഹത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നു, കാരണം ഒരു റൺ എടുത്താൽ മതിയല്ലോ. ദോനം 1 മിനിറ്റ് ജ്യാദാ സമയത്തേക്ക് ബത്തിയാത്ത രഹെ. 1 മിനിറ്റോളം എന്തൊക്കെ കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കീപ് ടോക്കിംഗ് ഫോർ എ ലോങ് ടൈം. മനിന്ദർ ബി ദബാവ് മേ ഥേ. മനിന്ദർ ഒരു പ്രഷറിലായിരുന്നു. ക്യോങ്കി മനിന്ദർ വല്ലാത്തൊരു പ്രഷറിലായിരുന്നു. എന്താ കാരണം? ജീത് ദിലാനയ്ക്ക് ജിമ്മേദാരി, ഇനി വിജയിപ്പിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, ആ ജീത്ത് ദിലാനയ്ക്ക് വിജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി അബു എനിക്ക് കന്തോം പർധി, അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലായിരുന്നു, തലയിലായിരുന്നു. എന്ത് ആ പ്രഷർ? മനിന്ദർ സിംഹനാണ് ഇപ്പോൾ ബാറ്റിംഗ് അല്ലേ, ആ ഒരു റൺ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ ഉപദേശങ്ങളും കൊണ്ടുവരിക, ഫീൽഡിൽ കാലിയായ സ്ഥലത്തെക്കുറിച്ച് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. അപ്പോൾ വല്ലാത്തൊരു പ്രഷറിലായിരുന്നു. കാരണം എന്താ? വിജയിപ്പിക്കുക എന്നുള്ളത് ഇനി എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനിന്ദർ ചിന്തിച്ചു. അങ്ങനെ മാത്യൂസ് നയ ഉത്സാഹ के साथ गेंदबाजी के लिए तैयार हुए. ഉടനെ ഗേന്ദ് ഡാലി. അങ്ങനെ മനിന്ദറാണ് ബോൾ ചെയ്ത് കൊടുക്കുന്നത് ഓസ്ട്രേലിയയായി. പിന്നെ ആരാ ബാറ്റിങ്ങിൽ? ഇന്ത്യൻ ആരാ പറ? മാത്യൂസ് അല്ലേ. അങ്ങനെ മാത്യൂസ് നയ ഉത്സാഹസെ, മാത്യൂസ് നല്ല ഉത്സാഹത്തോടെ, ഒരു റൺ എടുത്താൽ ജയിക്കാമല്ലോ, ആ ഉത്സാഹത്തോടു കൂടി ഗേന്ദ് ബാജി കേലിയെ തയ്യാർ ഹേ, ആ ബോളിന് വേണ്ടി തയ്യാറായി നിന്നു. ഉടനെ ഗേന്ദ് ഡാലി, പിന്നെ എന്തോ ബോൾ എറിഞ്ഞു കൊടുത്തു. ഗേന്ദ് മനിന്ദർ കെ ബല്ലെ അവർ പാഡ് സെ ടക്കരാക്കർ ലെഗ് സൈഡ് കി ഓർ ലൂട്ടക് ഗയെ. LBW എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലെഗ് സൈഡിലൂടെ അങ്ങ് കടന്നുപോയി. അപ്പോൾ ഔട്ടാണ്. മനിന്ദർ റൺ കേലിയെ ഭാഗ് ഹി രഹേ ഥേ. അപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല, ലെഗ് സൈഡിലൂടെയാണ് പോയത്, LBW ആയി. പക്ഷേ ഇതറിയാതെ പിന്നെ റൺ എടുക്കാൻ വേണ്ടി ഓടാൻ തുടങ്ങിയതായിരുന്നു. കി അമ്പയറിനെ ഉന്നെ ഔട്ട് കരാർ ദിയ. അമ്പയർ എന്ത് ചെയ്തു? ഔട്ട് കരാർ ദിയ, ഔട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ഔട്ടിൻ്റെ കരാർ കൊടുത്തു. അവർ മാച്ച് ടൈ ഹോ ഗയ. അങ്ങനെ മാച്ച് എന്ത് ചെയ്തു? ടൈ ആയി. അപ്പോൾ സൗത്ത് ടെസ്റ്റ് മാച്ചിൽ അല്ലേ, സൗത്ത് ടെസ്റ്റ് മാച്ചിൽ രണ്ടുപേരും, ഇന്ത്യയും ഓസ്ട്രേലിയയും ടൈ ആയിരുന്നു. അവസാനം ബാറ്റിങ് പിന്നെ മാത്യൂസ് ആയിരുന്നു, പിന്നെ മനിന്ദർ സിംഹ ആയിരുന്നു ബോളിങ്ങിൽ. അങ്ങനെ അവസാനം ഒരു റണ്ണിന് എടുത്താൽ ജയിക്കാമെന്നുള്ള അവസ്ഥയിലെത്തി. 3 ബോൾ എന്ത് ചെയ്തു? റണ്ണെടുക്കാൻ സാധിച്ചില്ല. 4മത്തത് എന്ത് ചെയ്തു? LBW. അങ്ങനെ ഇരിക്കെ ഔട്ടായി. മനിന്ദർ റൺ റേണക്കൽ ആകെ പ്രേക്ഷകരാകെ ഒരു മുൾമുനയിലാണ്. കാരണം എന്താ? ഒരു റണ്ണെടുത്താൽ മറ്റേ ടൈ ആയി പോവില്ലേ. അങ്ങനെ ഏക് പൽ കെ ലിയെ മൈതാൻ ഓർ പൂരെ സ്റ്റേഡിയം സന്നാട്ട ഛാ ഗയ. ഒരു നിമിഷം സന്നാട്ട പറഞ്ഞാൽ എന്താ? സൈലൻസ്. ദർ വാസ് എ സൈലൻസ്. ഫിർ പൂരി ഓസ്ട്രേലിയ ടീം ഖുഷി സെ ഉജ്ജലിനെ. ഓസ്ട്രേലിയക്കാർക്കപ്പോൾ ആകെ അന്തം വിട്ടു, പെട്ടെന്ന് ഷോക്കായി. എന്തായാലും ഇന്ത്യക്കാർ ജയിക്കും, ഇന്ത്യൻ ടീം ജയിക്കും എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ലാസ്റ്റ് പ്ലെയറും ഔട്ടായി നടന്നപ്പോൾ ഒരു റണ്ണിന് വേണ്ടിയിട്ടാണ് ടൈ ആയി. അവരങ്ങ് വിളിച്ചു കൂവി ചാടി കളിക്കാൻ തുടങ്ങി. പൂരി ഓസ്ട്രേലിയ ടീം ഖുഷി സെ ഉജ്ജലിനെ ലഗി. यह मुकाबला क्रिकेट के इतिहास में 2 कारणों से अविस्मरणीय बना हुआ है. गवास्कर के रूप में पहले भारतीय क्रिकेट के 100वें टेस्ट मैच के कारण और बिना किसी एक टीम के हारे या जीते टेस्ट मैच बराबरी पर समाप्त होने के कारण. जिन टेस्ट मैचों में दोनों टीमों अपनी 2 पारियां पूरी न कर पाई हो, उनकी संख्या तो सैकड़ों में है, पर न एक टीम हारी हो न दूसरी जीती हो. एक टीम पिछड़ी न हो और दूसरी को भी पूरा मौका मिला हो. ऐसे अवसर कम ही आते हैं. അങ്ങനെ ഏക മുക്കാബല, ഈ കോമ്പറ്റീഷൻ ക്രിക്കറ്റ് കെ ഇതിഹാസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ 2 കാരണംസ് 2 കാരണങ്ങൾ കൊണ്ട് അൺഫോർഗറ്റബിൾ ആയിരുന്നു, മറക്കാൻ കഴിയാത്തൊരു സംഭവമായിരുന്നു. ഗവാസ്കർ കെ രൂപമേ പെഹലെ, ഗവാസ്കർ ആദ്യത്തെ ഭാരതീയ ക്രിക്കറ്റ് കളിയിൽ എന്താണ് സെഞ്ചുറി ടെസ്റ്റ് മാച്ചിൽ വന്ന ആ ഒരു പ്രത്യേകതയും, ബിനാ കിസി ഏക് ടീം കെ ഹാരെ, ആരും ജയിക്കുകയോ അല്ലെങ്കിൽ ആരും പരാജയപ്പെടുകയോ ചെയ്യാതെ ബരാബറി ഈക്വലായിട്ടത് സമാപിച്ചു ആ കളി.
जिन टेस्ट मैचों में दोनों टीमों अपनी दो दो पारियां पूरी न कर पाई ഈ ടെസ്റ്റ് മാച്ചിൽ दोनों टीमों को രണ്ട് ടീമുകൾക്കും अपनी दो दो पारियां ഈ രണ്ട് ഇന്നിങ്സ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല उनकी संख्या तो सैकड़ों में है पर न एक टीम हारी हो എന്നാൽ അവരാരും ജയിച്ചതുമില്ല ആരും പരാജയപ്പെട്ടിട്ടുമില്ല और दूसरी को भी पूरा मौका मिला हो ऐसे अवसर ഇങ്ങനെയുള്ള അവസരം കുറച്ച് മാത്രമേ കാണുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹം ഹാരെ നവേ ഹാര നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഇങ്ങനെയുള്ള ടെസ്റ്റ് മാച്ച് അല്ലേ, ടെസ്റ്റ് മാച്ച്. യെസ്, ഇതാ ലാസ്റ്റ് പേജ് വൺസ് മോർ रीड विथ मी. 42. शास्त्री मनिंदर के पास आए और उन्हें फील्ड में मौजूद खाली जगहों के बारे में बताया. उन्होंने मनिंदर सिंह से यह भी कहा कि संभव हो तो एक रन बनाओ, नहीं तो जोर से गेंद पर प्रहार करो. तीसरी गेंद पर मनिंदर आउट होते होते बचे. अब 3 गेंदें बची थी. एक अंपायर ने मैथ्यूज को बल्लेबाजी छोड़कर पिच को गुरेदने से रोका और इससे परेशान हो गए. कैप्टन बॉर्डर उन्हें प्रोत्साहित करने आए. दोनों 1 मिनट से ज़्यादा समय तक बतियाते रहे. मनिंदर भी दबाव में थे क्योंकि जीत दिलाने की जिम्मेदारी अब उनके कंधों पर थी. मैथ्यूज नए उत्साह के साथ गेंदबाजी के लिए तैयार हुए. उन्होंने गेंद डाली. गेंद मनिंदर के बल्ले और पैड से टकराकर लेग साइड की ओर लुढ़क गई. मनिंदर रन लेने के लिए भाग ही रहे थे कि अंपायर ने उन्हें आउट करार दिया और मैच टाई हो गई. एक पल के लिए मैदान और पूरे स्टेडियम में सन्नाटा छा गया. फिर पूरी ऑस्ट्रेलियाई टीम खुशी से उछलने लगी. यह मुकाबला क्रिकेट के इतिहास में 2 कारणों से अविस्मरणीय बना हुआ है. गवास्कर के रूप में पहले भारतीय क्रिकेट के 100वें टेस्ट मैच के कारण और बिना किसी एक टीम को हारे या जीते टेस्ट मैच बराबरी पर समाप्त होने के कारण. जिन टेस्ट मैचों में दोनों टीमों अपनी 2-2 पारियां पूरी न कर पाई हो उनकी संख्या तो सैकड़ों में है, पर न एक टीम हारी हो न दूसरी जीती हो. एक टीम पिछड़ी न हो और दूसरी को भी पूरा मौका मिला हो. ऐसे अवसर कम ही आते हैं. ओके, our chapter is completed. Today that's enough. All of you read well minimum 5 times. Okay, see you next class. Bye.